ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ ഓപ്പോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ A3X 4G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ 6.6 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6S 4G Gen 1 എന്ന പ്രോസസ്സറാണ് ഇത് വരുന്നത്. 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. പിന്നെ ഫോണിന്റെ ബാക്കിൽ 8 മെഗാ പിക്സലിലെ ക്യാമറ സെൻസറും ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 5200 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ A3X 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ ഏകദേശം സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പും ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഡിസ്പ്ലേയിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലും MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 12,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് ഓപ്പോ K12X 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ ക്യാമറയുടെ കാര്യത്തിൽ 32+2 മെഗാ പിക്സലിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഫോണിന്റെ ബാക്കിലും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ ഓപ്പോ F25 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+8+2 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 29,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ Reno 11 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTek Dimensity 8200 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 50+32+8 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 29,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് കുറച്ച് പഴയ ഫോണാണ്. നിങ്ങൾ കുറച്ചും കൂടി പുതിയ ഫോണൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 27,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ Reno 12 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ പ്രോസസ്സർ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ മിസ്സിംഗ് ആണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഓപ്പോ Reno 11 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 29,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇനി 31,500 രൂപ പ്രൈസ് റേഞ്ചിലും ഓപ്പോ Reno 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലും MediaTek Dimensity 7300 എനർജി എന്ന പ്രോസസ്സറെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. 5000 mAh ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. 31,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പുതിയൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഓപ്പോ Reno 10 Pro Plus എന്ന സ്മാർട്ട് ഫോൺ 44,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. കുറച്ച് പഴയ ഫോണാണ്. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ 6.74 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+64+8 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും പിന്നെ 4700 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 44,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡബിൾ ഫോൺ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ഫോൾഡബിൾ ഫോൺ ഓപ്പോയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇപ്പം 51,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ Find N2 ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.8 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്ത് 3.26 ഇഞ്ചിന്റെ ഒരു HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ MediaTek Dimensity 9000+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4300 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 51,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 75,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരുമ്പോൾ
ഓപ്പോ ഫൈൻഡ് N3 ഫ്ലിപ്പ് എന്ന കുറച്ചും കൂടി പുതിയൊരു ഫോൺ വരുന്നുണ്ട്. ഇതിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 9200 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50+32+48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഓപ്പോയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളാണ്. ഇനി നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഓപ്പോയുടെ ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ ഓപ്പോ ഫൈൻഡ് X8 അതുപോലെ തന്നെ X8 Pro എന്നീ ഫോണുകൾ നവംബർ 21 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണുകൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതിൽ ഓപ്പോ ഫൈൻഡ് X8 6.59 ഇഞ്ചിന്റെ 1.5 ക്യാമറയിലെ ഡിസ്പ്ലേ ഒക്കെ വന്നേക്കാം. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 9400 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഒക്കെ വരുന്നതായിരിക്കും. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5630 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അതുപോലെ തന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഈ ഒരു ഫോണിന്റെ വില ഒരു 60,000-65,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല. പിന്നെ ഓപ്പോ ഫൈൻഡ് X8 Proയിൽ കുറച്ചും കൂടി വലിയ 6.78 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ സെയിം പ്രോസസ്സർ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് ഒരു 50 മെഗാ പിക്സൽ പെരിസ്കോപ്പ് ലെൻസും കൂടി വരുന്നതായിരിക്കും. പിന്നെ 5910 mAh ബാറ്ററി ആയിരിക്കും വരിക. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിൽ വരിക. ഈ ഒരു ഫോണിന്റെ വില ഒരു 80,000-90,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. കൺഫർമേഷൻസ് ഇല്ല. എന്തായാലും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മികച്ച ക്യാമറ പെർഫോമൻസ് വരുന്ന ഓപ്പോയുടെ ഫോണുകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോണുകൾക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നവംബർ 21 തന്നെ ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഓപ്പോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇപ്പം ഇതിൽ ഞാനേതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.